1996 SSLC ബാച്ച് അംഗങ്ങളായിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാലയത്തിന് നവീകരിച്ചു നൽകുന്ന ആധുനിക സജ്ജീകരണങ്ങളോടെ തയ്യാറായിട്ടുള്ള ഹൈസ്കൂൾ സയൻസ് ലാബിൻ്റെ സമർപ്പണം 1996 SSLC ബാച്ചിലെ ഹെഡ് മാസ്റ്ററും ഇപ്പോഴത്തെ കേരള ജസ്യൂട്ട് സൊസൈറ്റിയുടെ പ്രൊവിൻഷ്യലുമായ ബഹുമാന്യനായ ഫാദർ ജോസഫ് കല്ലേപ്പള്ളി SJ നിർവഹിക്കുന്ന ചടങ്ങിനായാണ് നാം ഏവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. എന്നെന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു പുതുവത്സര സമ്മാനം നമുക്ക് നൽകാൻ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്ത കർത്തവ്യം സ്തുത്യർഹമായ രീതിയിൽ പൂർത്തീകരിച്ച 1996 SSLC ബാച്ചിൻ്റെ സന്മനസ്സിന് ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ നേരുന്നു. ഭാവി പൗരന്മാരായ നമ്മുടെ കൊച്ചുമിടുക്കന്മാർക്ക് ഈ മഹത് കർമ്മം ഉണർവും പ്രചോദനവുമാകട്ടെ എന്ന പ്രത്യാശയോടെ ഈശ്വര അനുഗ്രഹത്തോടെ നമുക്ക് ഈ ചടങ്ങ് ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥന. ഈ സുദിനത്തിൽ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും പ്രതിജ്ഞ ചൊല്ലിത്തരുന്നത് നമ്മുടെ സ്കൂളിലെ 9ാം ക്ലാസ് B വിദ്യാർത്ഥി മാസ്റ്റർ ഗൗതം S നാരായണൻ. ഗൗതമിനെ പ്രതിജ്ഞ ചൊല്ലിത്തരുവാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഭാരതം എൻ്റെ നാടാണ്. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു. അതിൻ്റെ വിവിധവും സമൃദ്ധവുമായ പരമ്പരാഗത സമ്പത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ആ സമ്പത്തിന് അർഹനാകുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നതാണ്. എൻ്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും മുതിർന്നവരെയും ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഞാൻ എല്ലാവരോടും വിനയത്തോടു കൂടിയേ പെരുമാറുകയുള്ളൂ. എല്ലാ ജീവികളോടും ഞാൻ ദയാലുവായിരിക്കും. എൻ്റെ നാടിനും നാട്ടുകാർക്കും ഞാൻ എൻ്റെ സേവനം സമർപ്പിക്കുന്നു. അവരുടെ യോഗക്ഷേമത്തിലും ഐശ്വര്യത്തിലും മാത്രമാണ് എൻ്റെ സുഖം. ജയ് ഹിന്ദ്. നവീകരിച്ച ഹൈസ്കൂൾ സയൻസ് ലാബിൻ്റെ സമർപ്പണ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ആദരണീയനായ ഹെഡ് മാസ്റ്റർ ശ്രീ MV ജോർജ് സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ
പ്രിൻസിപ്പൽ ഫാദർ കെന്നി ദേവസ്യ, കഴിഞ്ഞ കുറേ കാലങ്ങളായി 1996 വരെ ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനും ഇന്ന് കേരള ജെസ്യൂട്ട് പ്രൊവിൻഷ്യാലുമായ ഞങ്ങളുടെ മുഖ്യാതിഥി ഫാദർ ജോസഫ് കല്ലേപ്പള്ളി, വേദിയിലിരിക്കുന്ന ആരാധ്യരായ മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ബഹുമാന്യ സ്റ്റാഫ് അംഗങ്ങളെ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, 96 ബാച്ചിൽ നിന്നും വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സെൻറ്റ് ജോസഫ്സിൻ്റെ മക്കളെ, അവരുടെ വന്നിരിക്കുന്ന മാതാപിതാക്കളെ, ഇവിടെ നിന്ന് റിട്ടയർ ചെയ്തു പോയ മുൻകാല അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് സ്കൂളിനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം 220 വർഷം പാരമ്പര്യമുള്ള ഈ വലിയ അമ്മയ്ക്ക്, ഇന്നും യുവത്വം തുടിച്ചു നിൽക്കുന്ന ഈ മാതാവിന്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ തന്നിലൂടെ നന്മ നൽകി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സമ്പന്നതയോടെ ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കുന്നു, ജോലി ചെയ്യുന്നു. അവർ പലപ്പോഴും ഈ അമ്മയുടെ തിരുമുറ്റത്തേക്ക് അനുഗ്രഹം തേടിക്കൊണ്ട് വരാറുണ്ട്. അവരുടെ സന്തോഷവും സ്നേഹവും പരിലാലനയും ഒക്കെ ഈ വിദ്യാലയത്തിന് കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലത, യുവത്വം നൽകാറുണ്ട്. ഇന്ന് പ്രത്യേകമായി 96 ബാച്ചിൽ 1996 ഇവിടെ നിന്നും SSLC പരീക്ഷ എഴുതി, ആ പരീക്ഷ പാസ്സായി. പിന്നീട് വിവിധ കലാലയങ്ങളിൽ പഠനം പൂർത്തിയാക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന 300-നടുത്തുള്ള കുട്ടികൾ, അവരെ ഇന്ന് ഞാൻ കുട്ടികൾ എന്ന് വിളിക്കട്ടെ, അവര് കഴിഞ്ഞ ഒക്ടോബർ മാസം 2-ാമത്തെ ശനിയാഴ്ച ഇവിടെ കൂടിച്ചേരുകയും ആ കൂടിച്ചേരുന്നതിന് മുമ്പ് 6 മാസം മുമ്പ് അതിനുവേണ്ടി ഡേറ്റ് കണ്ടുപിടിച്ച് ഡേറ്റ് ഞങ്ങൾക്കിവിടെ തന്ന് അറേഞ്ച്മെൻറ്റുകൾ നടത്തി അവര് ഇവിടെ ഒരു റീയൂണിയൻ സംഘടിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ഈ നിൽക്കുന്നത് പോലെ തന്നെ അസംബ്ലിയിൽ നിന്ന് നിങ്ങൾ ഈ പാടിയ പാട്ട് പോലെ തന്നെ ഈശ്വര പ്രാർത്ഥന പാടി, ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ പ്രതിജ്ഞ ചെയ്ത് അന്നത്തെ സ്കൂൾ ലീഡറായിരുന്ന സാലിഖ് ഇന്ന് ദുബായിലെ ഒരു വലിയ കമ്പനിയിലെ ഉയർന്ന പോസ്റ്റിൽ ജോലി ചെയ്ത് അവരെ അന്ന് പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും വിവിധ സ്ഥലങ്ങളിലുള്ളവരെ പോയി കണ്ട് ക്ഷണിച്ച് നിർബന്ധിച്ച് വരുത്തി ആദരിച്ച് അവസാനം ഒരു ഫുട്ബോൾ മാച്ചോടുകൂടി നിങ്ങൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കുസൃതികളും ചെയ്ത് അവരെ തിരിച്ചുപോയി. തിരിച്ചു പോകുമ്പോൾ അവർ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ അനുജന്മാർക്ക് വേണ്ടി, ഇന്നിവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സ്കൂളിന് വേണ്ടി. പല സജഷൻ വന്നു. അതിൽ ഒരു നിർദ്ദേശമായി ഞാൻ പറഞ്ഞത് ഹൈസ്കൂൾ ലാബ് നവീകരിച്ച് തരിക, ഹൈടെക് ആക്കി തരിക എന്നാണ്. അവർ ഉടൻ തന്നെ അത് സമ്മതിക്കുന്നു. അത് സമയബന്ധിതമായി പൂർത്തിയാക്കിയെന്ന് കേവലം 3 മാസം മാത്രം പിന്നിട്ടപ്പോൾ ഒരു നിർദ്ദേശം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, സ്കൂൾ ഡേക്ക് മുമ്പ് അത് സമർപ്പിച്ചാലാണ്. അവരത് സ്കൂൾ ഡേക്ക് മുമ്പ് ഇന്ന് സമർപ്പിക്കുകയാണ്. പുതിയ കാലത്തിനനുസരിച്ച് സയൻസും മറ്റു വിഷയങ്ങളും പഠിപ്പിക്കാൻ ആധുനിക സൗകര്യങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കാമോ ആ രീതിയിൽ അവർ മുടക്കിയിരിക്കുന്ന 5 ലക്ഷത്തിലേറെ രൂപ ഇതിനു വേണ്ടി മുടക്കിയിട്ടുണ്ട്. അവർക്ക് ഈ സ്കൂളിനോടുള്ള ബന്ധം 96 ഇവിടെ നിന്ന് SSLC പഠിച്ചു പോയി എന്നതാണ്. അന്ന് മുതലുള്ള ആ സ്നേഹബന്ധം കാത്തു സൂക്ഷിച്ചു എന്ന്. ഇന്നത്തെ പോലെ മൊബൈലൊന്നും ഒന്നില്ലല്ലോ. എന്നിട്ടും ആ സ്നേഹബന്ധം കാത്തു സൂക്ഷിച്ചു എന്നത് സെന്റ് ജോസഫ്സ് എന്ന ഈ വിദ്യാലയത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്.
ഈ വിദ്യാലയവും ഇതിലെ അധ്യാപകരും ഒന്നു ചേർന്ന് ആ കുഞ്ഞുങ്ങളിലേക്ക് നൽകിയ നന്മ, വളർച്ച, അത് ഹൃദയത്തിലേറ്റി അതൊരു അഗ്നിസ്ഫുലിംഗമായി, അത് എന്നും ജീവിതത്തിനെ ഒരു പ്രകാശഗോപുരമായി കത്തിജ്വലിക്കുമ്പോൾ എങ്ങനെ ഈ വിദ്യാലയം അഭിമാനിക്കാതിരിക്കും? ഈ വിദ്യാലയം അഭിമാനിക്കുന്നു. ഈ മക്കളുടെ നല്ല മനസ്സിന് മുമ്പിൽ ഹെഡ്മാസ്റ്റർ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ശിരസ് നമിക്കുകയാണ്. നന്ദി പൂർവ്വം. പറയുമ്പോൾ ഒരു വാക്കും കൂടി ചേർത്ത് പറയട്ടെ. ഓരോ ബാച്ചിലും പ്രത്യേകമായ കഴിവുള്ള കുറേ കുട്ടികളുണ്ടാവും. ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ള അനൂപ് ജിയെ കുറിച്ചാണ്. അനൂപ് ഗംഗാധരൻ. ഈ കുട്ടികളെയെല്ലാം ഇവിടെ നിന്ന് പോയ ശേഷം ആ കൂട്ടുകാരെ കൂട്ടി നിർത്താൻ കഴിഞ്ഞത് അനൂപിന്റെ വ്യത്യസ്തമായ കഴിവാണ്. ഈ ലാബ് ഇത്രയും മനോഹരമായി സജ്ജീകരിക്കാൻ സാധിച്ചത് അനൂപിന്റെ കാഴ്ചപ്പാടാണ്. അതോടൊപ്പം അനൂപിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച സുർജിത്തിനെ ഞാൻ മറക്കുകയല്ല. അനൂപിനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയട്ടെ. പഠനമൊക്കെ പൂർത്തിയാക്കി മലയാള മനോരമയിൽ ഉയർന്ന പോസ്റ്റിൽ 5 വർഷം ജോലി ചെയ്തതാണ്. പിന്നെ ആ ജോലി മതിയാക്കി സ്വതന്ത്രമായ ഫ്രീലാൻസ് റൈറ്ററും അതോടൊപ്പം തന്നെ ബിസിനസ്സും ചെയ്ത് വളരെ സംതൃപ്തിയോടെ ജീവിക്കുന്ന ഒരു നല്ല കുട്ടി. ലിംഗ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ തൻ്റെ പേര് എഴുതി ചേർത്തു. ഇത്ര ചെറുപ്പത്തിലെ കഥാപാത്രങ്ങളും ശബ്ദവുമില്ലാത്ത ഒരു സിനിമ എടുത്തുകൊണ്ട് ലോകത്തിൽ പ്രഗത്ഭന്മാരുടെ പേര് ചേർക്കുന്ന ബുക്കിലേക്ക് ഈ വിദ്യാലയത്തിൽ പഠിച്ച ഒരു വ്യക്തിയുടെ പേര് വരുമ്പോൾ ഞാനും നിങ്ങളും ഈ വിദ്യാലയവും അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഈ ചടങ്ങ്, ഈ സമർപ്പണം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ കണ്ടതാണ്. കുറേ ദിവസങ്ങളായി ഒരു രാവും പകലും പണിതിട്ടാണ്, ഇന്ന് വെളുക്കുന്നിടം വരെയും പണിതിട്ടാണ് ഇവരുടെ ചിന്തയനുസരിച്ച് ഇത് പൂർത്തിയാക്കിയത്. ഇവർക്കുള്ള പണമൊക്കെ മറ്റുള്ളവർ അയച്ചു കൊടുക്കും എന്ന ധൈര്യത്തിലാണ്. അവരൊക്കെ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് അറിയാം. അവർക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഗൾഫിലും UK-യിലും അമേരിക്കയിലും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഈ നിമിഷം ശ്രദ്ധിക്കുന്നുണ്ടാകും, ഉൾക്കണ്ണുകൊണ്ട്, ഉള്ളിലുള്ള ചെവി കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ടാകും ഇവിടെ നടക്കുന്ന കാര്യം. അതാണ് സെന്റ് ജോസഫ്സിനോടുള്ള സ്നേഹം. ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ച അനൂപിനെ ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു. അതുപോലെ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ ചെയ്തത് അനൂപിന്റെ നേതൃത്വത്തിൽ സുർജിത്ത്, അതേ ക്ലാസ്സിൽ പഠിച്ച സുർജിത്ത് എന്ന വിദ്യാർത്ഥിയാണ്. അദ്ദേഹം തൻ്റെ പഠനമൊക്കെ പൂർത്തിയാക്കി എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം അച്ഛനായ സിദ്ധാർത്ഥൻ സാർ നടത്തുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുകയാണ്. കോഴിക്കോട് തന്നെ 3-4-5 സൈറ്റുകളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവിധ പണിക്കാരെയും ജോലിക്കാരെയും അതിൻ്റെ ക്രമത്തിന് എത്തിക്കാൻ കഴിഞ്ഞത്. 1996 SSLC ബാച്ചിന്റെ 300 കുട്ടികൾക്കും വേണ്ടി അവരിൽ കുറച്ചുപേര് ഇന്ന് ഇവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു. ഉയർന്ന ജോലിയിലുള്ള, ഉയർന്ന തലത്തിൽ ബിസിനസ് ചെയ്യുന്ന ഇവർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ മനസ്സ് ഇവിടെ ഉണ്ടെന്നറിയാം. അവർക്ക് എല്ലാവർക്കും വേണ്ടി അവരെ ഓരോരുത്തരെയും സെന്റ് ജോസഫ് മനസ്സിൽ കരുതിക്കൊണ്ട് അവരുടെ പ്രതിനിധിയായ അനൂപ് ഗംഗാധരനെയും സുർജിത്തിനെയും ആദ്യമായി ഞാൻ ഈ ചടങ്ങിലേക്ക് സഹർഷം സസന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഇവരുടെ മനസ്സിലെ ഇത്രയും നന്മ, ഇത്രയും പ്രതിബദ്ധത കൂട്ടിച്ചേർക്കാൻ കാര്യം അന്നത്തെ അധ്യാപക സമൂഹവും അതിന് നേതൃത്വം നൽകിയ ബഹുമാന്യനായ മാസ്റ്റർ കല്ലേപ്പള്ളി അച്ഛനും അവർ പകർന്നു നൽകിയ സ്നേഹമാണ് ഈ വിദ്യാലയത്തിലൂടെ ഇവരുടെ ഹൃദയത്തിലുണ്ടായിരിക്കുന്നത്. അവര് ഇഴചേർത്ത് വെച്ച നന്മയാണ്
ഇവര് ഇന്നും പ്രകടിപ്പിക്കുന്നത്. അവർക്ക് നിർബന്ധമായിരുന്നു കല്ലേപ്പള്ളി അച്ഛൻ തന്നെ ഇതിന് വരണം, ഇത് ഇനാഗുറേറ്റ് ചെയ്യണം. പിന്നെയും അവർക്ക് നിർബന്ധമായിരുന്നു അവരെ പഠിപ്പിച്ച അധ്യാപകർ എല്ലാവരും ഈ ചടങ്ങിൽ ഉണ്ടാകണമെന്ന് എല്ലാവരെയും അറിയിച്ചു. പല തിരക്ക് കൊണ്ട്, പ്രായത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് കുറച്ചു പേർക്ക് എത്താൻ കഴിഞ്ഞതുള്ളൂ. ഇതിന് നേതൃത്വം നൽകിയ, അവരിൽ നന്മ നൽകിയ ബഹുമാന്യനായ കല്ലേപ്പള്ളി അച്ഛനെ ഏറ്റവും ബഹുമാന പരിസരം ഞാൻ ഈ ചടങ്ങിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന പ്രഗത്ഭനാണ് ഇവിടുത്തെ എല്ലാ ഭരണാധികാരികളും എന്ന് ചിന്തിക്കട്ടെ. അനൂപിൻ്റെ സുർജിത്തിൻ്റെയും ക്ലാസ് ടീച്ചറായ അഗസ്റ്റിൻ ഫാദർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ദൂരയാത്ര ചെയ്തു വരികയാണ്. ഈ ഒരു ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാതിരിക്കുക വയ്യ എന്ന ഉറപ്പിന് അഗസ്റ്റിൻ ഫാദറിനെ ഏറ്റവും ബഹുമാനപുരസ്സരം ഞാൻ ചടങ്ങിലേക്ക് സ്വാഗതം. കോപ്പൻ സാർ വേദിയിലുണ്ട്. ഈ സ്കൂളിനെ ആദ്യമായി ലോകയിടാത്ത ഒരു വ്യക്തി ഹെഡ് മാസ്റ്റർ ആയിരുന്ന, പ്രിൻസിപ്പളായിരുന്ന പപ്പൻ സാറാണ്. പപ്പൻ സാറിനെ ഏറ്റവും ബഹുമാനപുരസ്സരം ചടങ്ങിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ബഹുമാനനായ പ്രിൻസിപ്പൽ അച്ഛനുണ്ട്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹം. അതുപോലെ മാനേജർ അച്ഛനുണ്ട്. ഇവരൊക്കെ ഈ മെസ്സിയുടെ ഭാഗം തന്നെയാണ്. ഔപചാരികതയുടെ പേരിൽ ബഹുമാനനായ പ്രിൻസിപ്പൽ അച്ഛനെയും മാനേജർ അച്ഛനെയും ഞാൻ ചടങ്ങിലേക്ക് സ്വാഗതം. പിടിഎയുടെ പ്രതിനിധിയായി എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന പിടിഎയാണ് സെന്റ് ജോസഫ്സിന്റെ അടിത്തട്ട് എന്ന് പറയുക. ഇതിന്റെ ആണിക്കല്ല് എന്ന് പറയുന്ന ഇവിടുത്തെ മാതാപിതാക്കളാണ്. അവർ നൽകുന്ന ഊർജമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുക. പിടിഎ പ്രതിനിധീകരിച്ചുകൊണ്ട് പിടിഎ പ്രസിഡന്റ് ജോർജ് ചെക്കോറ അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്റ്റാഫ് അംഗങ്ങളെ പ്രതിനിധീകരിച്ചിട്ട് സ്റ്റാഫ് സെക്രട്ടറി തോമസ് മാത്യു സാറുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്ന സ്റ്റാഫിനെ എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകരിക്കുന്ന സ്റ്റാഫ് അംഗങ്ങളാണ്. അവർക്ക് പ്രതിനിധിയായ തോമസ് മാത്യു സാറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഇന്ന് ഈ ചടങ്ങിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അനൂപിൻ്റെ മാതാപിതാക്കളുണ്ട്. അനൂപിൻ്റെ പ്രിയ ഭാര്യയുണ്ട്. പിന്നെ ഇവിടുത്തെ ഓൾഡ് ബോയ്സ് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഇവിടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞാൽ ഒരു 100 പേര് എൻ്റെ കയ്യിൽ ഇങ്ങനെ വരും. എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുപോലെ എൻ്റെ ബഹുമാനരായ മുൻ അധ്യാപകരായ പൈലി സാറുണ്ട്, CC ജോസ് സാറുണ്ട്, KC ജോസ് സാറുണ്ട്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന വർഗീസ് മാത്യു സാറുണ്ട്. ഇവരെ ഓരോരുത്തരെയും എത്ര ബഹുമാനമാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയേറെ ബഹുമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഒരു വാക്കിനോടെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പറയുകയാണ്. ഇന്നലെ വൈകുന്നേരവും ഞാൻ സുർജിത്തിനോട് ചോദിച്ചു, സുർജിത്തെ പൂർത്തിയാകുമോ? അതിൻ്റെ മുമ്പ് കഴിഞ്ഞ ദിവസത്തെ അസംബ്ലിക്ക് മുമ്പോട് ഞാൻ ചോദിച്ചു, സുർജിത്തെ 7-ാം തീയതി തന്നെ ശരിയാകുമോ? ഞാൻ കുട്ടികളോട് പറയാൻ പോവുകയാണ്. കുട്ടികളോട് പറഞ്ഞാലും മാറ്റാൻ പറ്റില്ല. കുട്ടികളോട് പറയുന്നു, മാറ്റിയാൽ നിങ്ങളോട് മാറ്റി പറഞ്ഞാൽ മതി, പക്ഷേ നിങ്ങളോട് വാക്ക് പാലിക്കണമെന്ന് എന്നെ സംബന്ധിച്ച് നിർബന്ധമാണ്. ഞാൻ ചോദിച്ചു സുർജിത്തിനോട്. സുർജിത്ത് പറഞ്ഞു, ഒരു പ്രശ്നമില്ല സാർ, ചെയ്തോളൂ. അപ്പോഴൊന്നും ആയിട്ടില്ല, ഒരു പണിയൊന്നും ആയിട്ടില്ല. ആ ഒരു ധൈര്യമാണ് സെന്റ് ജോസഫ്സിന്റെ ധൈര്യം എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ കുട്ടികളുടെ തൻ്റെ ഇടമെന്ന് ഞാൻ പറയുക. 10ാം ക്ലാസ്സിലെ കുട്ടികൾ, ഇവിടെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ഫുൾ A+ കിട്ടിയ ഒറ്റ കുട്ടി മാത്രമേ ഉള്ളൂ. ഹാപ്പി ഇയർലി എക്സാമിനേഷൻ. എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. റിസൾട്ട് വരുമ്പോൾ
കഴിഞ്ഞ പ്രാവശ്യം 43 വന്നതെങ്കിൽ ഈ പ്രാവശ്യം അത് 60-ന്റെ മുകളിലേക്ക് കയറി വന്നു. അവസാന നിമിഷത്തിലേക്ക് പിടിച്ചു കയറാനുള്ള എൻ്റെ ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ് ഈ സെന്റ് ജോസഫിന്റെ ചങ്കൂറ്റം. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പിടിച്ചു കയറാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഈ മികവുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് പിൻബലമായി നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ നിന്നും നേട്ടമുണ്ടാക്കിപ്പോയ വിദ്യാർത്ഥികളുണ്ട്. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട്. നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് എന്നത് തന്നെ വലിയ കരുണീയമായ കാര്യമാണ്. ഈ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഇന്ന് പഠിക്കുന്നവരെയും ഈ 96 ബാച്ചിലെ ഓരോ വിദ്യാർത്ഥിയെയും പ്രത്യേകമായി ഓർക്കുകയാണ്. അവർക്കൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. താങ്ക് യു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു കൊച്ചു ആശയത്തിന് ജീവൻ നൽകി നവീകരിച്ച സയൻസ് ലാബ് കുറഞ്ഞ സമയത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ 96 SSLC ബാച്ച് പ്രതിനിധി ശ്രീ അനൂപ് ഗംഗാധരൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് ഇപ്പോൾ ഈ വേദിയിൽ അവതരിപ്പിക്കുകയാണ്. ശ്രീ അനൂപ് മികച്ച സംഘാടനത്തിലൂടെ ഈ സുദിനം സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. ശ്രീ അനൂപിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് അവതരണത്തിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട ജൂനിയേഴ്സ്, ക്ഷമാപണത്തോടെ തുടങ്ങാം. കാരണം റിപ്പോർട്ട് കയ്യിലില്ല. ഇന്ന് രാവിലെ 7 മണിക്കാണ് പോയത്. റിപ്പോർട്ട് ഞാൻ പറയാം. ഈ വേദിയിൽ എനിക്ക് വന്ന് ആദ്യമായിട്ടാണ് ഞാൻ നിന്ന് സംസാരിക്കുന്നത്. കാരണം 17 വർഷം മുമ്പ് ഇവിടെ ഇതുപോലെ നിങ്ങളുടെ ഒരു ക്യൂവിൽ ഏറ്റവും പുറകിൽ, ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഏറ്റവും പുറകിൽ നിന്ന് സമാധാനമായിട്ട് നിന്നിരുന്ന ആളായിരുന്നു ഞാനപ്പം ഈ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ടെൻഷനുണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഈ റീയൂണിയൻ ഞങ്ങൾ ജോസ് സാർ പറഞ്ഞതുപോലെ ഞങ്ങൾക്കിടയിൽ സെന്റ് ജോസഫിലെ കുട്ടികൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടും എല്ലാവരുമായിട്ടും നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഞങ്ങൾ കൂടാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ വർഷം പിന്നെ വളരെ ഗ്രാൻഡായ രീതിയിൽ സ്കൂളിൽ വെച്ച് തന്നെ കൂടണം എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും 2013 ഒക്ടോബർ 12 ഈ സ്കൂളിൽ വെച്ച് തന്നെ ഞങ്ങളുടെ കാലത്തെ ഒരു സ്കൂൾ ഡേ പോലെ ആയിട്ട് ഞങ്ങളത് ആഘോഷിക്കുകയും ചെയ്തത്. രാവിലെ ഒരു സ്കൂൾ അസംബ്ലിയിൽ തുടങ്ങി വൈകിട്ട് ഒരു ഫുട്ബോൾ മാച്ചിലൂടെ അവസാനിപ്പിച്ചിട്ടുള്ള ഒരു ഇതായിട്ട് നടത്തിയത്. അന്ന് 100ഓളം കുട്ടികൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു ഈ സ്കൂളിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചതായിരുന്നു. അതിനുശേഷമാണ് ഈ സയൻസ് ലാബ് എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയത്. സയൻസ് ലാബ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ബഡ്ജറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 1.5 lakhs ആയിരുന്നു ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ സുർജിത്തിനോട് ചോദിച്ചു. അപ്പോൾ സുർജിത്ത് പറഞ്ഞു അത് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ചെയ്ത് തുടങ്ങിയപ്പോൾ ആണ് അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലായത്. കാരണം ഒരുപാട് പണികൾ ചെയ്യേണ്ടി വന്നു. പിന്നെ പക്ഷേ എനിക്കുള്ള ധൈര്യം എന്ന് പറയുന്നത് നേരത്തെ ജോസ് സാർ പറഞ്ഞ പോലെ എൻ്റെ സഹപാഠികൾ, എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും റെഡിയാണ്. ഞാൻ പിന്നെ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകണം, നമ്മളെ ബാച്ചിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ എത്ര കോളുകളാണ് എനിക്ക് കിട്ടുന്നതെന്ന് എനിക്ക് തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാറില്ല. അത്ര പോസിറ്റീവായിട്ടാണ് ഞങ്ങളുടെ ബാച്ച്മേറ്റ്സ് ഈ ഒരു ഇനീഷ്യേറ്റീവിനോട് റെസ്പോണ്ട് ചെയ്തത്. ഇന്നലെ പോലും ഈ ഒരു ഇതിന് 2-2.5 ലക്ഷം രൂപയോളം ഷോർട്ട് ഉണ്ട്, നമ്മൾ പണി കഴിയാണ് എന്ന് പറഞ്ഞപ്പോഴും ഗൾഫിൽ നിന്നും US നിന്നൊക്കെ എൻ്റെ പല സുഹൃത്തുക്കളും 96 ബാച്ചിലുണ്ടായിരുന്ന പല സുഹൃത്തുക്കളും വിളിച്ചിട്ട് പറഞ്ഞു ഒന്നും നോക്കണ്ട, പണി കംപ്ലീറ്റ് ചെയ്യൂ, ഏറ്റവും ഗ്രാൻഡായ രീതിയിൽ പണി കംപ്ലീറ്റ് ചെയ്യൂ, കാശ് ഞങ്ങൾ എത്തിക്കാമെന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മെയിൽ വഴിയും ഫോൺ വഴിയും അറിയിച്ച ഏറ്റവും പ്രിയപ്പെട്ട 1996 ബോയ്സിനോടുള്ള നന്ദി പറയാൻ കൂടെ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ജോർജ് സാർ പറഞ്ഞ പോലെ ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ അടുത്താണ് ഈ പ്രോജക്റ്റിന് ചെലവായിട്ടുള്ളത്. നമ്മൾ 1.5 ലക്ഷത്തിന് തുടങ്ങി ഒരു 2 ലക്ഷം ആവും എന്നുള്ള ഒരു സ്ഥിതി എത്തിയപ്പോൾ ഞാൻ വീണ്ടും മെയിൽ അയച്ചു. ഉടനെ തന്നെ കുറെ ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തു. 2 ലക്ഷമായി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ഈ സിറ്റുവേഷൻ ഇതെല്ലാം പിന്നെ സ്കൈ റോക്കറ്റ് ചെയ്ത് ഇതെല്ലാം കൂടെ 5 ലക്ഷത്തിനടുത്ത് എത്തും എന്ന് ഞാൻ അറിയിച്ചപ്പോഴും എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് എങ്ങനെയെങ്കിലും മീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ഇന്നലെ ആ വിശ്വാസത്തിന് എനിക്ക് ആ വിശ്വാസം അടിയുറച്ച വിശ്വാസത്തിന് ഒരു അടിവരയിടാൻ ഇന്നലെ എനിക്ക് സാധിച്ചു. കാരണം ഇന്നലെ നമ്മുടെ ബാച്ചിൽ നിന്ന് 1996 ബാച്ചിൽ നിന്ന് പാസ് ഔട്ടായ ഒരു പ്രമുഖ വ്യക്തിയുണ്ട്, ഷംലാൽ, മലബാർ ഗോൾഡിന്റെ ഓണറായ ഷംലാൽ. അപ്പോൾ ഷംലാൽ ഇന്നലെ പറഞ്ഞു ആ ലാബിലേക്ക് വേണ്ട പിന്നെ ഫേർണിച്ചർ,
കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാം ശ്യാംലാൽ സ്പോൺസർ ചെയ്തിരിക്കുന്നു എന്ന് ഇന്നലെ വിളിച്ചു പറഞ്ഞതോടുകൂടി നമ്മുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് അതിൻ്റെ ഒരു പൂർണ്ണ വിജയത്തിലെത്തിയെന്ന് വിശ്വസിക്കാവുന്ന ഒരു സ്റ്റേജാണിത്. ഞാൻ എൻ്റെ എല്ലാ ബാച്ച്മേറ്റ്സിനോടും 96 ബാച്ചിലെ എല്ലാ ബാച്ച്മേറ്റ്സിനോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കൂടാതെ സുർജിത്ത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ തുടക്കം മുതൽ തന്നെ ഫുൾ ടൈം, കാരണം എനിക്കിവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും സുർജിത്ത് ഫുൾ ടൈം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു കമൻട്രി തരുമായിരുന്നു എന്ത് സംഭവിക്കുന്നത്, എങ്ങനെയാണെങ്കിലും ഈ ഡേറ്റിനുള്ളിൽ തന്നെ തീർക്കും എന്നുള്ള ധൈര്യം തന്ന സുർജിത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇത്തരം ഒരു ചടങ്ങൊരുക്കിയ ഈ ഒരു എളിയ കാര്യം ചെയ്തതിന് ഞങ്ങളുടെ ബാച്ചിന് ഇത്ര നല്ലൊരു ഫംഗ്ഷൻ ഒരുക്കി തന്ന സ്കൂൾ മാനേജ്മെന്റിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രീ അനൂപിന് സെന്റ് ജോസഫ്സ് കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് സ്നേഹധനായ പ്രിൻസിപ്പൽ ഫാദർ KT ദേവസ്യ SJ അവറുകളാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി സവിനയം ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചടങ്ങിൻ്റെ മുഖ്യ അതിഥി ഫാദർ ജോസഫ് കല്ലേപ്പള്ളി, ഇവിടുത്തെ മുൻ പ്രധാന അധ്യാപകരും ഇവിടുത്തെ പ്രൊവിൻഷ്യലുമായ ഫാദർ. ഇന്ന് തീർച്ചയായിട്ടും ഈ ചടങ്ങിന് കാരണക്കാരായ 96 ബാച്ചിൻ്റെ പ്രതിനിധികളായ അനൂപ്, സുർജിത്ത്, ഈ സ്കൂളിന് നേതൃത്വം കൊടുത്ത ഓരോ കാലഘട്ടത്തിലും ധൈര്യത്തോടെ മുന്നോട്ട് നയിച്ച പ്രഗത്ഭരൊക്കെ മുമ്പിലുണ്ട്. അഗസ്റ്റിൻ ഫാദറെ പറ്റി പറഞ്ഞു. ഇത് ഹെഡ് മാസ്റ്ററായിരുന്നു, പ്രിൻസിപ്പളായിരുന്നു. പോപ്പൻ സാറ് ഹെഡ് മാസ്റ്ററായിരുന്നു, ആദ്യത്തെ പ്രിൻസിപ്പളായിരുന്നു. അതുപോലെ കല്ലേപ്പള്ളിച്ചനെ പറ്റി പറഞ്ഞു. ഈ പുതിയ ബിൽഡിംഗ് ആരംഭിച്ച അച്ഛൻ്റെ നേതൃത്വത്തിലാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് വലിയധികം നമുക്കൊരു മാർഗദർശനം നമ്മളൊക്കെ ഇവിടെ എത്തിച്ച പ്രഗത്ഭരാണ് നമ്മുടെ വേദിയിലുള്ളത്. വളരെ മനോഹരമായിട്ട് ഈ ചടങ്ങിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അനുഭവം പറയുകയുണ്ടായി. ഞാനിങ്ങനെ കൂട്ടുകായിരുന്നു. ഇവരുടെ ബാച്ചിൽ 100 പേര്, 5 ലക്ഷം രൂപയുടെ ചിലവായി. ഒരാൾ 5000 രൂപ വെച്ചെടുത്താൽ സംഗതി നടന്നു. നമുക്കറിയാം, ഒരു 5000 രൂപ എന്നവർക്ക് വലിയ തുകയൊന്നുമില്ല. ഇവിടെ ഷബാസ് ഫൗണ്ടേഷൻ നമുക്കറിയാം. ഇവിടെ പഠിച്ച ഫൈസൽ നടക്കാവ് സ്കൂളിൽ 10-15 കോടിയോളം കൊടുത്തവർ നമ്മുടെ സ്റ്റുഡൻറ്റ് എവിടെ പഠിച്ചാണ് പഠിപ്പിച്ച് ഓപ്പൻ സാറും ഇവിടെ അന്തർപ്പേരത്തിൽ ഇവരൊക്കെ ഇവിടെയുണ്ട്. അതിനേക്കാളും പ്രാധാന്യമുള്ള ഇതിനാണ്. കാരണം ഒരുമിച്ച് ചേർന്നുകൊണ്ട്, ഇപ്പോൾ സുർജിത്ത് പറഞ്ഞല്ലോ, സുർജിത്തിന് കയ്യിൽ നിന്ന് 5 ലക്ഷം, പക്ഷേ ആ ധൈര്യം കൊടുത്തു കുട്ടികൾ ഒരുമിച്ച് ചേർന്നു. അപ്പം ഞാനിന്ന് ഈ അസംബ്ലിയോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ഇവിടെ തീർച്ചയായിട്ടും എത്ര അഭിനന്ദിച്ചാലും പോരാ, 5 ലക്ഷം രൂപയല്ല. അപ്പം ഞാൻ പറഞ്ഞ മറ്റവർ പൈസ കൊടുത്ത് മാറാണ്. ഈ ദിവസങ്ങളിലൊക്കെ സുർജിത്ത് ഇവിടെ എപ്പോഴും ഉണ്ട്, ഉറക്കമില്ല, പകലും രാത്രി. ഞാനും ഹെഡ് മാസ്റ്റർ പറയുമ്പോൾ മനസ്സിൽ 99% ഉറപ്പായിരുന്നു ശരിയാകില്ല. കാരണം അതുപോലെ ഇന്നലെ നിങ്ങൾ കണ്ടാൽ അറിയാം, നിങ്ങൾ കാണുന്നുണ്ട് ടൈലിംഗ് കൊണ്ട്. ഇപ്പം നോക്കുക, ഒരു പ്രത്യേകമായിട്ട് ഇവിടുന്ന് ആകാശ് ആലീസ് ഇൻ വണ്ടർലാൻഡ് അപ്പോൾ ഒരു പുതിയ മുറിയോടെ എത്തിയിരിക്കുകയാണ്. എങ്ങനെ ഇതിന് സാധിച്ചു? അതിനകത്ത് നിൽക്കാൻ പറ്റിയ ഒരുപക്ഷെ 5-6 പേർ, 15 പഠിക്കാരോളം ഇന്നലെ ഇവിടെ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഇത്രയും പേര് എങ്ങനെ ഇവിടെ നിന്ന് ജോലി ചെയ്യും? ഇവരുടെ ആത്മവിശ്വാസം ഇപ്പോഴും സെൻറ്റ് ജോസഫ് ആത്മവിശ്വാസം കുറവില്ല. എല്ലാത്തിനും D+ താഴെയുള്ളവർ എൻ്റെ അടുത്ത് എൻട്രൻസിൻ്റെ ഒപ്പിടാൻ അവർ പറയും, ഫാദറെ ഒക്കെ ജയിച്ച് ക്ലാസ് പഠിക്കും. ഭയങ്കര ആത്മവിശ്വാസമാണ്. അത്തരത്തിലുള്ള ആത്മവിശ്വാസം അല്ല ഈ ആത്മവിശ്വാസം. ഇപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു ഒരേ A+ ഉള്ളൂ, നിങ്ങൾ 70 പഠിക്കുമായിരിക്കും. പക്ഷേ ആത്മവിശ്വാസം അപ്പുറത്തുള്ള ആത്മവിശ്വാസം ഞാൻ കാണുമ്പോൾ എനിക്ക് അല്പം വിശ്വാസം തോന്നാറുണ്ട്. ഇതൊരു ആത്മവിശ്വാസം എടുത്തു പറയേണ്ട ആത്മവിശ്വാസം തന്നെയാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞതാണ്. അപ്പം നമ്മളെ ഒരുമിച്ച് ചേർക്കാം, പൈസ കൊടുക്കുന്നതല്ല. ഇതിനകത്ത് ഞാൻ അനൂപിലും സുർജിത്തിനും അവരുടെ കൂട്ടായ ബന്ധം വലിയവർക്കുണ്ട്. പല ബാച്ചുകളും ചേരാറുണ്ട്. ഇപ്പം ചിലർ ഞാൻ പോലും അറിയാതെ നിങ്ങൾ ആരാൻ ചോദിക്കും. ഇവരെത്രയോ തവണ അറിയാലോ, നിങ്ങൾ ഇവിടുന്ന് പോയാലും തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിൽ അന്ന് ആരാണോ അവരോട് പറഞ്ഞിട്ടാണ് നമ്മൾ ചേരേണ്ടത്. കാരണം നമുക്കറിയില്ലല്ലോ. ഇപ്പം നിങ്ങൾക്കൊക്കെ അനുഭവം ഞങ്ങൾക്കും അറിയാം. നമ്മൾ റിട്ടയർ പോയിട്ട് ഇപ്പം നിങ്ങളൊരു പക്ഷേ 17 കൊല്ലം കഴിഞ്ഞ് കൂടുവാണെങ്കിൽ ഞങ്ങൾ പലരും ഇവിടെ കാണത്തില്ല. അപ്പം അതിൻ്റെ ഒരു ന്യായമാണ് നമ്മൾ അന്നത്തെ ആൾക്കാരെ വന്ന് കണ്ടിങ്ങനെ പരിചയപ്പെടുത്തി. എൻ്റെ അടുത്ത് അനുഭവം 4-5 തവണ വന്നു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി. എത്ര തവണ വന്നു. ഞങ്ങൾ റൂം കൂടിക്കോട്ടെ, വലിയ ദിവസങ്ങളിൽ ഫാദറെ വെള്ളം എടുത്തോട്ടെ, വൈകുന്നേരം അല്പം ലേറ്റായി പണിതോട്ടെ. അവരുടെ ആ സൗന്ദര്യം ഞങ്ങൾ ഇത്രയും തരുവാണ്. ആ ഒരു അഹന്ത ഒന്നുമല്ല. അപ്പോൾ നമ്മളിന്ന് ഈ ചടങ്ങിൽ പഠിക്കേണ്ട പാടാതാണ് ഒരുമിച്ച് കൂട്ടേണ്ട സംഘാടന കഴിവ്, അതോടൊപ്പം ആത്മവിശ്വാസം. ഒന്ന് നോക്ക്, 1 ലക്ഷത്തിൽ തുടങ്ങി 5 ലക്ഷമായി. ഒരു പേടി ഞങ്ങൾക്ക്. ഞങ്ങൾ മാനേജർ ഞങ്ങൾ പറയും ഇത്രയൊക്കെ വേണോ, ഹെഡ് മാസ്റ്റർ പറയാറുണ്ട് ഇത്രയൊക്കെ വേണോ. അതിൻ്റെ അകത്ത് ആ കുട്ടിയുടെതൊക്കെ ഒരു പഴയ കെട്ടിടത്തിൻ്റെ ഭാഗമാണ്. അതിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ശരിയാവും. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം, അതോടൊപ്പം തന്നെ ആ ബാച്ചിൻ്റെ ബന്ധം. അപ്പം ഞാനും പറയാണ്, നിങ്ങളും ഇരുന്ന് പഠിക്കേണ്ടവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം നമ്മുടെ സന്തോഷിക്കുന്നതോടൊപ്പം ഈ ഒരു പാഠമാണ് ഉൾക്കൊണ്ടത്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ, ചേർക്കാൻ കഴിവുള്ള നിങ്ങളോടെ ഉണ്ട്, ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ മനസ്സിൻ്റെ ആ നന്ദി, പൈസയല്ല, പൈസ പറയുന്നത് നമുക്ക് ആർക്കും കൊടുത്തു വേണം. പക്ഷേ ആ സ്ഥാപനത്തോട് ഒന്നിച്ച് ചേർന്നുകൊണ്ട് എന്ന് മാത്രം ഇവർ സ്ട്രഗിൾ നമുക്ക് വേണ്ടി. നമുക്ക് കുടുംബങ്ങളും പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുള്ളവരാണ്. അതൊക്കെ മറന്നുകൊണ്ട് ഈ സ്ഥാപനത്തെ ഓർക്കാണ്, ഈ സ്ഥാപനത്തെ പഠിപ്പിച്ചവരൊക്കെ ഉള്ളിൽ ഈ സംതൃപ്തി അല്ലെ. അധ്യാപകർ റിട്ടയർ ചെയ്യും, പക്ഷെ ഞങ്ങളുടെ സംതൃപ്തി എന്താണ്? ഞങ്ങളുടെ ശമ്പളം ഒന്നുമല്ല, മറിച്ച് ഞങ്ങൾ വിദ്യാർത്ഥികളെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, സ്ഥാപനത്തെ ഓർക്കുന്നുണ്ട്.
അപ്പം അതുകൊണ്ട് ഇതൊക്കെ നല്ലൊരു പാഠം തന്നെയാണ്. നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാഠം. ഒരുപക്ഷെ നന്ദിയുടെ അല്ലെങ്കിൽ നിശ്ചയദാർഢ്യത്തിൻ്റെ കൂട്ടായ്മയുടെ ഒക്കെ അഭാവം അനുഭവിക്കുന്നത് ഇതൊക്കെ കാണിച്ചിരുന്നവരെ അഭിനന്ദിക്കുകയും ആത്മാർത്ഥമായിട്ട് അതോടൊപ്പം അത് നമുക്ക് വേണ്ടി വലിയ ഒരു നല്ലൊരു ലാഭം പടുന്നൊന്നും ഷാക്കൂടെ എൻ്റെ പേടിയും കൂടെ അറിയിക്കട്ടെ. ഞാൻ അനൂപിനോട് പറഞ്ഞു എങ്ങനെ നമ്മളത് ഉപയോഗിക്കും. അനൂപ് പറഞ്ഞു കുട്ടികളൊന്നും ഒന്ന് എഴുതാതിരുന്നാൽ മതിയായിരുന്നു. ഭിത്തിയിലൂടെ എഴുതില്ല, ഡെസ്കിലൊക്കെ നിങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ അടുത്ത വെല്ലുവിളിയാണ് ഇവരോട് കടപ്പാട്. ഇവരെന്ന് കടന്നു വന്നാൽ ആ മുറി അതുപോലെ സൂക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. നമ്മളൊക്കെ നല്ല കുട്ടികളാണ്, പക്ഷെ ചിന്തിക്കാതെ നമ്മൾ അവിടെ എഴുതി വെക്കും, അല്ലെ ഫേർണിച്ചർ എന്തൊക്കെ ചെയ്യും. അത് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾക്ക് ഇവർ ദാനം തന്നതാണ്, നമ്മളോടുള്ള ബഹുമാനവും പ്രതീക്ഷയും കൊണ്ട്. മറ്റു അത് കഴിഞ്ഞ് എവിടെയൊക്കെയോ പഠിച്ചു, അവിടെ ഒന്നും ചെയ്തില്ല. ഞങ്ങളാക്കി ചേർത്ത വിദ്യാലയത്തിനോടുള്ള നന്ദി, വിദ്യാലയത്തിന് നിങ്ങളോടുള്ള നന്ദി, നിങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കാൻ വേണ്ടി അവർ ചെയ്ത കാര്യം. നമ്മളൊക്കെ ഈ ഒരു ബിൽഡിങ്ങൊക്കെ നമ്മളൊക്കെ പിരിവെടുത്ത് നിങ്ങളൊക്കെ സംഭാവന ഇവിടുത്തെ അല്ല, പക്ഷെ അതിലും ഉപരിയായിട്ട് ഇവർ കടന്നു പോയിട്ടും നമ്മൾ അഡ്മിഷൻ എല്ലാം നിവൃത്തിയില്ലാത്തതുകൊണ്ട് വരെ തന്നത്. ഇപ്പോഴും സ്ഥാപനത്തോട് കടപ്പാട് കാണിക്കുന്ന ഇവരുടെ ആ മാതൃക നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് നമ്മൾ പറയാനുണ്ട്, അവരെന്ന് വന്നാലും ആ മുറി അതിനേക്കാൾ ഭംഗിയാക്കുക അല്ലാതെ അഭംഗിയാക്കാൻ വേണ്ടി ഒരു തരത്തിലും നമ്മൾ ചെയ്യരുത്. ഞങ്ങൾ ഹയർ സെക്കൻഡറിക്ക് ഒരു ഇത്ര പേര് ലാഭില്ല. അപ്പോൾ ഹയർ സെക്കൻഡറിക്ക് രാവിലെ വെച്ചു അത് ഞങ്ങൾക്ക് കൂടെ ലാഭം ചെയ്താലോ. നമ്മൾ അന്നത്തെ നല്ല ലാഭമായിരുന്നു. പക്ഷെ അവർ ഇനി നിങ്ങളൊക്കെ ഹയർ സെക്കൻഡറി തുടങ്ങിയിട്ട് 15 വർഷമായി. ഇനി അവരുടെ ഒരു വെല്ലുവിളിയാണ് അങ്ങനെ അവർ ചെയ്യുമെന്നുള്ളത്. ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. കാരണം ഇങ്ങനൊരു മാതൃക, ഒരു വലിയ പാഠം, ഒരു പബ്ലിസിറ്റിയും ഇല്ല. ഇന്ന് പത്രങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. മറ്റു ചിലരുടെ എന്തൊക്കെയായിരുന്നു, ടി വിയിൽ വരെ വരും. ഒന്നും ചെയ്തില്ല. നമ്മളെ മുമ്പിലാണ് ഏറ്റവും വലിയൊരു വിറ്റ്നസ് ഇവർ നടത്തിയത്. അത് നമ്മൾ കാര്യക്ഷമമായി ഏറ്റെടുക്കുകയും ഈ ഗൗരവത്തോടു കൂടി ഞാൻ പറയാണ് നമ്മളത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. ഇവരെ എത്ര നന്ദി പറഞ്ഞാലും ഞാൻ പറയാണ് പൈസയ്ക്കല്ല, മനസ്സിന് സ്ഥാപനത്തോടുള്ള സ്നേഹത്തിന് ഒരിക്കലൂടെ പ്രിൻസിപ്പൾ നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഹെഡ് മാസ്റ്ററോട് അവതരിപ്പിച്ച് ഇനി പറയുന്നതിന് പറയും എൻ്റെയും നന്ദിയും ഈ സ്ഥാപനത്തിന് നന്ദിയും പൂർവ്വം അറിയിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളുടെ ബാച്ചിലുണ്ടാകട്ടെ. സാമ്പത്തികമായിട്ട് കൂട്ടായ്മയിൽ, സാമ്പത്തികമായിട്ട് നമുക്കൊക്കെ വളരാം. ആ കൂട്ടായ്മയിലും സ്നേഹത്തിലും കടപ്പാടിലും വളരാൻ ഇവർക്ക് സാധിക്കട്ടെ. ഇവരുടെ പാഠം ഉൾക്കൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി ഫാദർ. ചുറുചുറുക്ക്, കർമ്മശേഷി, സ്നേഹമിശ്രണമായ പെരുമാറ്റം, നേതൃപാഠം. സെൻറ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻ ഹെഡ് മാസ്റ്ററും കേരള ജസ്യൂട്ട് സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ പ്രൊവിൻഷ്യലുമായ റവറൻ ഫാദർ ജോസഫ് കല്ലേപ്പള്ളി SJ വിശേഷിപ്പിക്കാൻ വാക്കുകൾ പോരാതെ വരും. 1996 SSLC ബാച്ചിലെ വിദ്യാർത്ഥികൾ നവീകരിച്ച് നൽകുന്ന ഹൈസ്കൂൾ സയൻസ് ലാബ് നമുക്ക് സമർപ്പിക്കുവാൻ ഇതിലും ധന്യമായ മറ്റു കാര്യങ്ങളില്ല. ഉദ്ഘാടന പ്രസംഗത്തിനായി ഫാദർ ജോസഫ് കല്ലേപ്പള്ളി SJ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഇന്നത്തെ യോഗാധ്യക്ഷൻ ഫാദർ KT ദേവസ്യ, സ്കൂൾ മാനേജറും ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സുപ്പീരിയറുമായിട്ട് ഫാദർ മാത്യു പുല്ലാട്ട്, ശ്രീ ME ജോർജ് ഹെഡ് മാസ്റ്റർ, പോപ്പൻ സാറെ, PTS പ്രസിഡന്റ് ജൂഡ് സെക്വേര, ഫാദർ MJ അഗസ്റ്റിൻ, സ്റ്റാഫ് സെക്രട്ടറി തോമസ് മാത്യു സാറെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതിൻ്റെ സഹപ്രവർത്തകരാണ് അധ്യാപകരെ, ഇപ്പോഴത്തെ അധ്യാപകരെ, അധ്യാപികമാരെ, എൻ്റെ ഏറ്റവും പ്രിയങ്കരായ അനൂപ് ജി ആൻഡ് സുർജിത്ത്, ഇവിടുത്തെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, തികച്ചും വികാരാധീനനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പല സ്കൂൾ അസംബ്ലികൾ ഞാൻ നടത്തുകയും അതിൻ്റെ അധ്യക്ഷനാകുകയും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ഹൃദയസ്പർശിയായ ഒരു സ്കൂൾ അസംബ്ലി, ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുകയും അവർ നമുക്ക് നൽകിയ ഈ ഉപഹാരത്തിന് നന്ദി അറിയുകയും ചെയ്യുക വളരെയധികം ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ്. നിങ്ങൾക്കറിയാം, 1996 ഇവിടെ പഠനം പൂർത്തിയാക്കി പോയ ആ ബാച്ചിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ശ്രീ MV ജോർജ് സാറ് പറഞ്ഞതുപോലെ ഒക്ടോബർ മാസം 12-ാം തീയതി ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ സജ്ജീകരണങ്ങളും അത് നടത്തിയ വിധവും നമ്മൾ കണ്ടാൽ നമ്മൾ മുതിർന്നവർ അതിശയിച്ചു പോയി. ഈ വിദ്യാർത്ഥികൾ ശരിക്കും അവരെ പറ്റി അങ്ങേയറ്റം അഭിമാനം തോന്നിയ ഒരു ദിവസമായിരുന്നു അന്ന്. അവർ വളരെ മോടിയായിട്ട് മനോഹരമായിട്ട് എല്ലാം കൃത്യമായിട്ട് അവതരിപ്പിച്ച് അവർ പഠിച്ചു പോയ ആ സ്കൂൾ കാലഘട്ടം പുനർജീവിപ്പിച്ച് 1996 റീവൈൻഡ് എന്നായിരുന്നു അവരത് കൊടുത്ത പേര്. അതും പുനർജീവിപ്പിച്ചുകൊണ്ട് ആ ദിവസം പൂർത്തിയാക്കി. അതിനുശേഷം അധ്യാപകർ പലരും അവരെ പ്രശംസിക്കുകയുണ്ടായി. ഞാനും അനൂപിനെ വിളിച്ചു പ്രശംസിക്കുകയുണ്ടായി. അനൂപിനെ പറ്റി MV ജോർജ് സാർ ധാരാളം പറഞ്ഞ് മനോഹരമായി
എം പി ജോർജ് സാറ് ഇവർ ചെയ്ത ആ സൽകൃത്യത്തെ നന്മയെ പ്രകീർത്തിക്കുകയുണ്ടായി. ഞാൻ അടിവരയിട്ട് അതേ വാക്കുകൾ തന്നെ അതിൽ കുറേ കൂടെ ശക്തിയായിട്ട് പറയുകയാണ്, ആ ബാച്ച് ഈ സ്കൂളിന് അഭിമാനമാണ്. മറ്റുള്ള ബാച്ചുകൾ അഭിമാനമല്ല എന്നാണ്. കാരണം ഇങ്ങനൊരു സംരംഭം അവരിൽ നിന്ന് തന്നെ ഉണർന്നു വന്നു. അവർ സ്കൂളിന് വേണ്ടി പഠിച്ചു പോയ മാതൃവിദ്യാലയത്തിന് എന്തെങ്കിലും അവരുടെ ബാച്ചിന് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് അനൂപിൻ്റെയും സുർജിത്തിൻ്റെയും നേതൃത്വത്തിൽ നമുക്കൊരു ഏറ്റവും മഹനീയമായ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങൾ കൂടിയ ഒരു ലബോറട്ടറി ആയിട്ട് മാറിയിരിക്കുന്നു. ഇതിൻ്റെ ബെനിഫിറ്റ്, ഇതിൻ്റെ നന്മ നേടുന്നവർ നമ്മളാണ്, നിങ്ങളിരിക്കുന്നത് നിങ്ങളാണ്. കാരണം സ്കൂൾ ഉള്ളിടത്തോളം കാലം ഈ ലബോറട്ടറി ഇവിടെ കാണും. ഇവരുടെ നിത്യസ്മാരകമാണ്, ആ ബാച്ചിൻ്റെ നിത്യസ്മാരകമാണ് നമുക്ക് നൽകിയ ആ ലബോറട്ടറി. അതിന് പിന്നിൽ അധ്വാനമുണ്ട്, ഈ ഏകോപനമുണ്ട്, ഒത്തൊരുമയുണ്ട്, കൂട്ടായ്മയുണ്ട്. ആ ബാച്ച് ഒന്നിച്ച് സഹകരിച്ചുകൊണ്ട് അവർക്ക് നമ്മുടെ ദേവസ്യ ഫാദർ പറഞ്ഞതുപോലെ പണം വേണമെങ്കിൽ സജ്ജീകരിക്കാം, പക്ഷേ ആ കൂട്ടായ്മയും ഒത്തൊരുമയും മാതൃസ്ഥാപനത്തിന് വേണ്ടി തങ്ങൾ പഠിച്ച വിദ്യാലയത്തിന് വേണ്ടി ചെയ്യണം വരുമ്പോൾ ആ ഉള്ള് വളരെ വികസിച്ചതാണ്. വിശാല ഹൃദയരാണവർ. ആ വിശാല ഹൃദയത്തിൻ്റെ ഒരു പ്രതീകം മാത്രമാണിത്. ഇതിലും മുൻകാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന പല പൂർവ്വ വിദ്യാർത്ഥികളും നമുക്കുണ്ട്, പക്ഷേ അവർക്കത് തോന്നിയില്ല. എന്നാൽ ഈ ബാച്ചിന് അത് തോന്നി. സ്കൂളിന് എന്തെങ്കിലും നിത്യസ്മാരകമായി അവർ ആ 1996 ബാച്ചിൻ്റെ സ്മാരകമായിട്ട് സ്കൂളിനൊരു ലബോറട്ടറി, ആധുനിക സൗകര്യങ്ങളുടെ ലബോറട്ടറി നൽകാനായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികളും, പൂർവ്വ വിദ്യാർത്ഥികളും, ആ ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികളും ഞാൻ ഹൃദയത്തിൽ നിന്ന് തന്നെ അഭിനന്ദിക്കുകയും ആദരിക്കുകയും കൂടിയാണ്. ഈ രണ്ടുപേരെ പറ്റി ഒരു ഭാഗം സ്റ്റേജിലിരിക്കുന്നത് ഇവരൊരു ബാച്ചിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. അനൂപ് ജി ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. ഞാൻ ഹെഡ്മാസ്റ്ററായിരുന്ന കാലത്ത് തന്നെ വളരെ 1-2 പ്രാവശ്യം നേരിൽ കാണുകയും ഞാൻ പഠിച്ചതിന് ശേഷം, പക്ഷേ വളരെ കഴിവുള്ള ഒരു വിദ്യാർത്ഥി. ജോർജ് സാർ പറഞ്ഞ പോലെ മനോരമയിലെ ജോലി മാറ്റി വെച്ചിട്ട് വേറൊരു, കാരണം വളരെ വികസിതമായ ഒരു ഹൃദയത്തിൻ്റെ വ്യക്തിയാണ്. കാരണം കായിക രംഗത്തിലെ കലാരംഗത്തും തൻ്റെ കഴിവ് പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അനൂപിന് നിശ്ചയമായിട്ടും ധാരാളമായ ദൈവാനുഗ്രഹം ഉണ്ടാകും. വളർന്ന് വികസിച്ച് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിലാണ് ഇപ്പോൾ വന്നത്. വേൾഡ് റെക്കോർഡിൽ തന്നെ എത്താനായിട്ട് അനൂപിന് സാധിക്കട്ടെ. കാരണം ഞാൻ 2-3 ദിവസമായിട്ട് ഈ സ്കൂളിലുണ്ടായിരുന്നു. ഞാനത് ദർശിക്കുന്നുണ്ടായിരുന്നു. എത്രമാത്രം ജോലിക്കാർ ആത്മാർത്ഥമായി രാവും പകലുമില്ലാതെ അവർക്ക് നേതൃത്വം നൽകുന്ന, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകൊണ്ട് അനൂപിനോടൊപ്പം സുർജിത്തും പ്രവർത്തിക്കുന്നത് കണ്ടു. ഇന്നലെ രാത്രി ഇവർ 2 പേരും ഉറങ്ങിയിട്ടില്ലെന്ന് ഓർക്കണം. രാത്രി മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ മാത്രമല്ല ഈ ദിവസങ്ങളിൽ. പക്ഷേ അത് ജോർജ് സാറ് പറഞ്ഞ പോലെ ഇത് അവരുടെ ഒരു പ്രസ്റ്റീജായിട്ട് അവരെടുത്തു. അതിനുവേണ്ടി ആത്മാർത്ഥമായി സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളിവിടെ നിൽക്കുന്ന 2000-ഓളം കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. ഞാൻ പഠിപ്പിച്ചപ്പം 1600, 1700 ഉണ്ടായിരുന്നുള്ളൂ. ഈ വിദ്യാർത്ഥികൾ കാണിച്ചൊരു നമുക്കൊരു പ്രതീകമുണ്ട്, മാതൃകയാണ്. മാതൃവിദ്യാലയത്തോടുള്ള സ്നേഹം. കാരണം പലപ്പോഴും ഈ വിദ്യാലയത്തിൻ്റെ പടി കടന്നാൽ പിന്നെ ചിലർ തിരിച്ച് പ്രവേശിക്കാറില്ല. എന്നാൽ തിരിച്ചു വന്ന് ആ പഠിച്ച വിദ്യാലയത്തിൽ തിരിച്ചു വന്ന് അവർക്ക് നന്ദി പറഞ്ഞ് നന്ദി സൂചകമായിട്ട് എന്തെങ്കിലും അധ്യാപകരെയും ഒക്കെ കാണുന്നത് അന്ന് പഠിപ്പിക്കുന്ന അധ്യാപകർക്കും പൂർവ്വ അധ്യാപകർക്കും വളരെയേറെ സന്തോഷം നൽകുന്നവർ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ആവർത്തിക്കണം. പഠിച്ചതുകൊണ്ട് A+ വാങ്ങി പല തലങ്ങളിൽ നിങ്ങൾ കയറുമായിരിക്കും, പക്ഷേ പഠിച്ച വിദ്യാലയത്തെ മറക്കരുത്. ഇതൊരു പോറ്റമ്മയായിട്ട് നിങ്ങൾ കണക്കാക്കുക, നിങ്ങളെ പരിപാലിക്കുന്ന അമ്മയായിട്ട് കാണും. ഈ വിദ്യാർത്ഥികൾക്ക് ഈ സ്ഥാപനത്തോട് സ്നേഹം തോന്നാൻ കാരണം ഇവരെ ഞങ്ങൾ സ്നേഹിച്ചു, ഞങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ആ ശിക്ഷയൊക്കെ അവരുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് എടുത്തു. അതിൻ്റെ ഫലമായിട്ട് അവൾ വളർന്നു. ലോകത്തെമ്പാടും പല തലങ്ങളിൽ അവർ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഈ മാതൃവിദ്യാലയത്തെ മറക്കാതിരിക്കുക, അമ്മയെപ്പോലെ സ്നേഹിക്കുക, ഗുരുബോധന്മാരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. നിങ്ങൾക്കറിയുള്ള അധ്യാപക വിദ്യാർത്ഥിക്ക് ആ ബന്ധത്തിൽ വളരെയേറെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ടാക്കുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷെ അത് മാറണം. സെൻറ്റ് ജോസഫിലെ വിദ്യാർത്ഥികളോട് തറവാടിത്വമുണ്ട്, പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം നിങ്ങൾ കാത്തു പാലിക്കണം എന്ന ഏക അഭ്യർത്ഥന മാത്രമേ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളൂ. നിങ്ങളുടെ അനുവാദത്തോടുകൂടി, എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ മഹായോഗം, ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.
ഞങ്ങളുടെ വിദ്യാലയത്തിന് നൽകുന്ന സ്നേഹ സമ്മാനം നവീകരിച്ച ഹൈസ്കൂൾ സയൻസ് ലാബ് ഇപ്പോൾ ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. 96 ബാച്ചിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഫാദർ ജോസഫ് കല്ലേപ്പള്ളി എസ് ജെ. പ്രൊവിൻഷ്യൽ ഫാദർ ജോസഫ് കല്ലേപ്പള്ളി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഫാദർ കെ ടി ദേവസ്യ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പൂർവ്വ അധ്യാപകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ഈശോ സഭയെ സംബന്ധിച്ചിടത്തോളം പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആഗോള വ്യാപകമായി ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുണ്ട്. നമ്മളും അതിൻ്റെ അംഗങ്ങളാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ 1-2 ന്യൂസ് വായിക്കുകയുണ്ടായി. ഒന്ന്, നമ്മളുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ മാംഗ്ലൂർ സെൻറ് അലോഷ്യസ് കോളേജും സ്കൂളും, ആ സ്കൂളിനൊരു പുതിയ ക്യാമ്പസ് തന്നെ തുറക്കാനായിട്ട് അന്നത്തെ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിച്ച് അതിന് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതായിട്ട്. അതുപോലെ തന്നെ ഒരു 150 വർഷം പഴക്കമുള്ള സെൻറ്റ് സേവിയേഴ്സ് കോളേജ് കൽക്കട്ട, സ്കൂൾ കൽക്കട്ട, അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അതും ഇതുപോലെ തന്നെ ഒരു പുതിയ സ്ഥലത്ത് ഒരു പുതിയ ക്യാമ്പസ് സ്ഥാപിക്കാനായിട്ട് പൂർവ്വ വിദ്യാർത്ഥികൾ
സംഘടിച്ച് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതായിട്ട് അഭിമാനത്തോടെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഞാൻ ആ ക്യാമ്പസിൽ പോയിട്ടുണ്ട്, അവിടെ ജീവിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അതറിയുന്നത് നമ്മുടെ 220 കൊല്ലം പഴക്കമുള്ള ഈ സ്കൂളിൽ അങ്ങനെ ഒരു സംരംഭം പല ചെറിയ രീതിയിൽ നടന്നിട്ടുണ്ട്. ഈ കാണുന്ന കെട്ടിടങ്ങളും എല്ലാം നിങ്ങളുടെയൊക്കെ ശ്രമഫലമായിട്ടാണ്, കൺട്രിബ്യൂഷൻ ഫലമായിട്ടാണ്. പക്ഷെങ്കിൽ വളരെ അറിയപ്പെടുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് 220 കൊല്ലം പഴക്കമുള്ള ഈ സ്കൂളിലായില്ലല്ലോ എന്നുള്ള ഒരു പ്രയാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഇന്ന് പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ലാബ് ഇനാഗുറേറ്റ് ചെയ്തു, രാവിലെ അത് ബ്ലസ് ചെയ്തു. ഞങ്ങളെല്ലാം അത് കയറി കണ്ടു. അത് കാണാനുണ്ട്, അതിൽ നിന്ന് പഠിക്കാനുണ്ട്. ലാബിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന അല്ലാതെ പല കാര്യങ്ങളും പഠിക്കാനുള്ള പ്രശസ്ത വ്യക്തികളെല്ലാം അവിടെ അണിനിരന്നിട്ടുണ്ട്. നമുക്ക് മോഡലുകളായിട്ട് ഓർക്കാനും അതേപ്പറ്റി ചിന്തിക്കാനും അതുപോലെ ആകാനായിട്ട് പ്രചോദനം തരാനായിട്ടുള്ള വ്യക്തികളെല്ലാം അവിടെ അണിനിരത്തി വെച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും എനിക്കറിയില്ല. ഇന്ന് രാവിലെ 1-2 CD ഒക്കെ ഞാൻ കാണാനിടയായി. അതുപോലെയുള്ള പഠന ഉപകാരങ്ങൾ, അതുപോലെ ഫർണിച്ചർ സർവ്വതും കൂടെ സജ്ജമാക്കിയിരിക്കുന്ന ഒരു ലാബ്. ഇതെല്ലാം സാധ്യമാക്കിയത് 96-ലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് അനൂപും സുർജിത്തും. നിങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു, അഭിനന്ദനത്തോടെ ഈ സ്കൂള് എന്ന് നിങ്ങളോട് കടപ്പെട്ടവരായിരിക്കുമെന്ന് ഞാൻ പറയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, പ്രിയപ്പെട്ടവരെ, സർക്കാർ വിദ്യാലയങ്ങളും അൺഎയ്ഡഡ് മേഖലയിലുള്ള വിദ്യാലയങ്ങളും രാജ്യാന്തര നിലവാരത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എയ്ഡഡ് മേഖല തഴയപ്പെടുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഈ അവസരത്തിൽ ഇതുപോലുള്ള പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾക്ക് മനസ്സ് വെച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ സമർപ്പിക്കുന്ന ഈ ഒരു സയൻസ് ലാബ്. ഇതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട്, ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ മനസ്സ് വെച്ച് ഈ ഒരു ലാബ് മാത്രമല്ല, ഈ വിദ്യാലയത്തിലെ മുഴുവൻ ക്ലാസ് റൂമുകളും നമ്മുടെ കാലത്തിനനുസരിച്ച് ഹൈടെക് ആക്കി മാറ്റുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത 1-2 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സംശക്തൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിന് നേതൃത്വം കൊടുത്ത 1996 ബാച്ച് SLC കൂട്ടുകാർക്കും അതിന് നേതൃത്വം കൊടുത്ത അനൂപിനും സുർജിത്തിനും ഈ വിദ്യാലയത്തിലെ മുഴുവൻ രക്ഷിതാക്കളുടെയും പേരിൽ ആത്മാർത്ഥമായി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഒരു ആശംസാ പ്രസംഗം നടത്താനായാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു നന്ദി പ്രസംഗത്തിൻ്റെ പരിവേഷം അതിന് ലഭിക്കുകയാണ്. കാരണം നമ്മുടെ ഈ ഹൈസ്കൂൾ ലാബ് അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ചു തന്ന 96 ബാച്ചിലെ എല്ലാ ജ്യേഷ്ഠന്മാരെയും ആത്മാർത്ഥമായ നന്ദിയോടെ ഇപ്പോൾ ഓർക്കുകയാണ്. മാത്രമല്ല, പണ്ട് എവിടെയോ വായിച്ച ഒരു ഓർമ്മ പങ്കുവെക്കുകയാണ്. പറക്കമുറ്റാത്ത പക്ഷികളെ മാതാപിതാക്കൾ ഇവിടെ അക്ഷരമുറ്റത്തെത്തിച്ച് അധ്യാപകരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ചിറകുകൾ ഉറപ്പിച്ച് അധ്യാപകർ പുറത്തേക്ക് വിടുന്നു. അങ്ങനെ വിവിധമായ ജീവിത ലക്ഷ്യങ്ങൾക്ക് പുറകെ അവർ പറന്നുയരുന്നു. അവർക്കൊരിക്കലും പിന്നീട് ഒരുമിച്ച് എത്തേണ്ട കാര്യം ആവശ്യകത ഇല്ല. എന്നാലും അവരുടെ മനസ്സിലെ നന്മ, അവരുടെ ആത്മാർത്ഥത, സൗഹൃദത്തിൻ്റെ കെട്ടുറപ്പ്, അതാണ് ഇന്നിവിടെ നാം കണ്ട ഈ ഹൈസ്കൂൾ ലാബിൻ്റെ നവീകരണം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ പഴയ സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനെ റോട്ടിൽ വെച്ച് കണ്ടാൽ എങ്ങനെയെങ്കിലും സാറോ ടീച്ചറോ കാണാതെ മെല്ലെ ഒളിച്ച് അവിടുന്ന് പോകാനാണ് പല കുട്ടികളും ശ്രമിക്കുക. എന്നാൽ ഇവിടെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 12-ാം തീയതി ഇവിടെ നടന്ന ഈ 96 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ സംഗമം, ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായി. അവിടെ ഓരോ വിദ്യാർത്ഥിയും അധ്യാപകരും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം എനിക്ക് മനസ്സിലായി. അന്ന് ഒരു ഭയത്തോടെയാണ് ഞാൻ ഇവിടെ വന്നത്. അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞത്. അപ്പം ഡോക്ടറും ബിസിനസ്മാനും അങ്ങനെ ഒരുപാട് സമൂഹത്തിൻ്റെ പല മേഖലകളിൽ നിൽക്കുന്നവരുമായിട്ട് സംസാരിക്കണം. അപ്പം അവർക്കുള്ളത്ര അനുഭവങ്ങളും ഇല്ല. അപ്പം നമ്മൾ എന്താ അവരോട് സംസാരിക്കാനുള്ള ഒരു പേടിയിൽ ഇവിടെ നിൽക്കുമ്പോഴാണ് മനസ്സിലായത്, ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്
ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഡോക്ടറോ എഞ്ചിനീയറോ അല്ല, 96-ലെ 10ാം ക്ലാസ് പഠിക്കുന്ന രാഹുലും രഞ്ജിത്തും അനൂപെല്ലാമാണ്. മാത്രമല്ല ഇവിടെ നമുക്ക് ഹൈസ്കൂൾ ലാബ് നവീകരിച്ച് തന്നു. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ആവശ്യകത എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇനി വരും ഓരോ ബാച്ചുകൾക്കും വേണ്ടി നമുക്കും പലതും ചെയ്യാനാകും. ഈ സ്കൂളിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ ഇവിടെ തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന പലരും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, 10ാം ക്ലാസ് അല്ലേ, ഞാൻ അടുത്ത വർഷം എന്താ ചെയ്യുന്നത് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു, മോനെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ എനിക്ക് കിട്ടൂല. അപ്പം ഇവിടെ നിന്ന് ഇനി പുറത്തു പോകണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ വേദിയിൽ വെച്ച് ഉറപ്പിച്ച് ഞാൻ പറയും, ഈ വർഷം മാർച്ച് കഴിഞ്ഞ് അവൻ പുറത്തു പോകുമ്പോൾ അവൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കും ഈ അക്ഷരമുറ്റത്ത് തന്നെ വീണ്ടും വരണമെന്നും ഇവിടെ തന്നെ പഠിക്കണമെന്നും. മാത്രമല്ല, നമുക്ക് ഈ സൗഹൃദത്തിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകയും അതുപോലെ തന്നെ അക്ഷരമുറ്റത്തിനോടുള്ള ആത്മാർത്ഥതയും ആത്മബന്ധവും ഒരു വലിയ മാതൃകയിലൂടെ കാണിച്ചു തന്ന 96 ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികളെയും നന്ദിയോടെ സ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കവിടെ ക്ലാസ്സുകൾ ഉണ്ടാകും. എല്ലാ ദിവസവും എല്ലാ പീരീഡും അത് എൻഗേജ്ഡായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ സന്തോഷാവസരത്തിൽ നന്ദിയുടെ വാക്കുകൾക്കപ്പുറമായി ഒരു ഓർമ്മച്ചെപ്പ് പോലെ ഇവർക്ക് സൂക്ഷിക്കാൻ 1996 SSLC ബാച്ചിലെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഹൃദയത്തിൽ ഏറ്റ് ഓർത്തുകൊണ്ട് ഇവർക്ക് ഒരു ചെറിയ ഉപകാരം സമർപ്പിക്കുകയാണ്. ആ ഉപകാരം സമർപ്പിക്കുന്നതിന് മുമ്പായി അവരെ അന്ന് പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകരെ സ്നേഹപുരസ്സരം, ബഹുമാന പുരസ്സരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമർപ്പിക്കുന്നത് നമ്മുടെ ബഹുമാനനായ മാനേജർ അച്ഛൻ മാത്യു പിള്ളാണ്. ഇവർക്കുള്ള ഉപകാരം ബഹുമാനപ്പെട്ട ആ ഉപകാരം തയ്യാറാക്കി അതിൽ എന്താ എഴുതിയിരിക്കുന്നത് തോമസ് മാത്യു സാർക്ക് വായിച്ചിട്ട് ഇവർക്ക് സമർപ്പിക്കും. കർത്തവ്യനിരതനായ പ്രതിനിധി ശ്രീ അനൂപ് ഗംഗാധരനും ഹൃദയം നിറഞ്ഞ നന്ദി. മാനേജർ, ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പാൾ, സ്റ്റാഫ്, വിദ്യാർത്ഥികൾ. അതുപോലെ ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഈ ജോലികളെല്ലാം പൂർത്തിയാക്കിയത് സുർജിത്താണ്. സുർജിത്തിൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ സെക്ഷനാണ് ഇതെല്ലാം ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് പൂർത്തിയാക്കിയത്. 96 ബാച്ചിലെ ഓരോ കുട്ടിയെയും വീണ്ടും മനസ്സിൽ കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ നിമിഷം അവർ ഓർക്കുന്നുണ്ടാകും. അതിനുള്ള വിവരങ്ങൾ അവരിൽ എത്തിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഈ ബഹുമാന്യരായ അധ്യാപകരുടെ സമക്ഷത്ത് നിന്നുകൊണ്ട് ഇത് ഇവർക്ക് നൽകും. സ്വർഗത്തിന് നൽകുന്നത് പ്രിയപ്പെട്ട മാനേജരാണ്. ഈ ചടങ്ങ് ധന്യമാക്കാൻ കുറേ ദിവസങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് നമ്മളിവിടെ കേട്ട് കഴിഞ്ഞു. ഈ ചടങ്ങിന് ഔദ്യോഗികമായി നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. സെൻറ് ജോസഫിൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ജോലി ചെയ്യുന്നതും ഏറ്റവും ശ്ലാഘനീയമായ, ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഞാനും നിങ്ങളും കരുതേണ്ടത്. 220 പരം വർഷം പഴക്കമുള്ള ഈ സ്കൂളിൽ അതിൻ്റെ ഒരു ഭാഗമായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞതിൽ നമ്മൾ അഭിമാനം കൊള്ളണം. ഈ വിദ്യാലയത്തിൽ എത്രയോ വർഷങ്ങളായിട്ടൊരു സയൻസ് ലാബ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നാണ് അത് പുനർനിർമ്മിക്കപ്പെടുന്നത്. എത്രയോ പഴയ രീതിയിലാണ് അത് കിടന്നിരുന്നത്. പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നിങ്ങൾ കയറി കാണുമ്പോൾ മനസ്സിലാവും, നമ്മുടെ അഭിമാനമായി മാറിയ ഈ ലാബ് നിർമ്മിച്ചു നൽകിയത്
1996 ബാച്ചിലെ ബോയ്സാണ്. അവർ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ 5 ലക്ഷത്തിൽ പരം രൂപ അവർ ചെലവഴിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. അതിന് താല്പര്യം കാണിച്ച ആ വിദ്യാർത്ഥി സമൂഹത്തെ ഹൃദയപൂർവ്വം നമ്മൾ അഭിനന്ദിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യേണ്ട സന്ദർഭമാണിത്. തീർച്ചയായും ഈ സ്കൂളിൻ്റെ അഭിമാനങ്ങളായ 1996 ബോയ്സ് തീർച്ചയായും നിങ്ങളെ ഓരോരുത്തരെയും അവർ ആഹ്വാനം ചെയ്തത് ഇനിയും നിങ്ങളും ഇതുപോലെ ചെയ്യണമെന്നാണ്. നമ്മുടെ ഈ സ്കൂളിന് മനോഹരമായ ഈ ലാബ് നിർമ്മിച്ച് നൽകിയ ആ അനൂപ്ജിയെയും അതിന് നേതൃത്വം നൽകിയ സുർജിത്തിനെയും ഞാൻ ഈ സമയത്ത് പ്രത്യേകം സ്മരിക്കുന്നു. 1996 ബോയ്സിൻ്റെ പ്രതിനിധികളാണ് അവർ രണ്ടുപേരും. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അവർ നന്നായിട്ട് പ്രവർത്തിച്ചു. അവരെ ഞാൻ ഹൃദയപൂർവ്വം ഈ സമയത്ത് നന്ദിയോടെ സ്മരിക്കുന്നു. ഈ ചടങ്ങിൽ അവർ വന്നു ചേർന്നതിന് ഞാൻ ഒരിക്കൽ കൂടി അവർക്ക് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പളിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മുൻ ഹെഡ് മാസ്റ്ററും എൻ്റെയൊക്കെ മുൻ ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹം ഇന്നിപ്പോൾ കേരള പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലാണ് ജെസ്യൂട്ട് സൊസൈറ്റിയുടെ. അദ്ദേഹം ഇവിടെ വന്നു ചേർന്ന് ഇന്ന് 2-3 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഇത് ഉദ്ഘാടനം ചെയ്ത ഈ ചടങ്ങ് ധന്യമാക്കിയ അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത നമ്മുടെ മാനേജർ മാത്യു പുല്ലാട്ട് SJ, അതുപോലെ തന്നെ മറ്റ് അധ്യാപകർ, വൈദികർ, പ്രത്യേകിച്ച് നമ്മുടെ മുൻ പ്രിൻസിപ്പളായിരുന്ന അഗസ്റ്റിൻ ഫാദർ, പോപ്പൻ സാർ, അതുപോലെ തന്നെ മറ്റ് സഹാധ്യാപകർ, പൈലി സാറ്, ഒരുപാട് പേരെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവരുടെയൊക്കെ പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എല്ലാവരുടെയും പേരിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങ് ധന്യമാക്കാൻ വേണ്ടി ഇവിടെ ഒത്തിരി പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവാധ്യാപകർ, അതുപോലെ തന്നെ PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, PTA അംഗങ്ങൾ, അതുപോലെ തന്നെ അധ്യാപകർ, അനധ്യാപകർ, മീഡിയാസിലുള്ളവർ, എല്ലാവർക്കും നിങ്ങൾക്ക് ഓരോരുത്തരും, വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ചടങ്ങ് ധന്യമാക്കിയത് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 2ാം സ്ഥാനവും A ഗ്രേഡും കരസ്ഥമാക്കി നമ്മുടെ സ്കൂളിൻ്റെ അഭിമാന താരങ്ങളായി മാറിയ മാസ്റ്റർ വൈശാഖിൻ്റെ നേതൃത്വത്തിലുള്ള ഓർക്കസ്ട്ര ടീം അവർ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ അവതരിപ്പിച്ച വൃന്ദവാദ്യ മത്സര ഇനം വീണ്ടും ഇവിടെ പുനരാവിഷ്കരിക്കുകയാണ്. അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ട് അർപ്പിക്കുന്നു. അവരുടെ ഈ വൃന്ദവാദ്യ പ്രകടനത്തിലേക്ക് എല്ലാവരെയും ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യുന്നു.
अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलति तरंगा। तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा। जनगण मंगलदायक जय हे भारत भाग्य विधाता।